ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ പുതിയ പരിശീലകനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത കേട്ട് നിങ്ങൾ അങ്ങോട്ട് എക്സൈറ്റഡ് ആവണോ വേണ്ടോ എന്നുള്ളത് കാര്യം പറഞ്ഞ് നിങ്ങളങ്ങ് തീരുമാനിച്ചു. ആഷ്ലി വെസ്റ്റ്വുഡ് ഒരു മോശം പരിശീലകനാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഹോങ്കോങ് നാഷണൽ ടീമിന്റെ പരിശീലകനായിട്ട് വളരെ വിജയകരമായിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കിയ ശേഷമാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ വരുന്നത്. അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിലും അത്ര പുതിയ വ്യക്തിത്വമൊന്നുമല്ല. ഇന്ന് ISL വമ്പൻ ക്ലബ്ബായി മാറിയ ബംഗളൂരു എഫ് സിയുടെ തുടക്കകാലത്ത് അവരുടെ ഫൗണ്ടേഷൻ കെട്ടിപ്പടുത്ത താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവരെ I-ലീഗ് ജേതാക്കന്മാരാക്കുന്നതിനും ഫെഡറേഷൻ കപ്പ് ജേതാക്കളാക്കുന്നതിനും ഒക്കെ വളരെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കാൻ ഈ ഒരു പരിശീലകനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബംഗളൂരുവിൻ്റെ രൂപീകരണ സമയത്ത് അവർക്ക് മെച്ചപ്പെട്ടൊരു സ്ക്വാഡിനെ അസംബിൾ ചെയ്യാനൊക്കെ ആളിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പെട്ടെന്നൊരു പരിശീലകൻ വന്ന് കയറിയോടെ വിപ്ലവം ഉണ്ടാക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മറ്റ് പരിശീലകരിൽ നിന്നും ആളിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആളൊരു ഡിമാൻഡിങ് കോച്ചാണ്. തനിക്ക് വേണ്ട പൊസിഷനിലേക്കുള്ള പ്ലെയേഴ്സിനെ ആൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ യാതൊരു മടിയും കാണിക്കത്തില്ല. മാനേജീരിയൽ ഡിസിഷനിൽ പോലും ഇടപെടാൻ മാത്രം ചങ്കൂറ്റം അങ്ങേർക്കുണ്ട്. അതാണ് ഇവിടുത്തെ പ്ലസ് പോയിന്റ്. ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ പരിശീലകന് താല്പര്യമില്ലാത്ത കുറേ താരങ്ങളെ അങ്ങോട്ട് നിയമിക്കും. എവിടുന്നെങ്കിലും സാമ്പാർ പോലെ കുറേ താരങ്ങളെ നിയമിക്കും. പിന്നെ അതിലേക്കൊരു മസാല ഇടുന്ന പോലെ പരിശീലനെ കൊണ്ടിടും. ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ച് പരിശീലനം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണം. അതാണ് ഇവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇവാൻ വുക്കോമാനോസ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീസണിൽ ഒരുവിധം ഭേദപ്പെട്ട ഒരു സ്ക്വാഡിനെ കിട്ടി. പിന്നീട് ഇവാന് വേണ്ട സ്ക്വാഡിനെ ഒരുക്കി കൊടുക്കാൻ ഈ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. ഇവാൻ ഉണ്ടായിരുന്ന സ്ക്വാഡിനെ കൂടെ ഇവന്മാർ വിറ്റ് തുറച്ചു. ആഷ്ലി വെസ്റ്റ്വുഡ് വരുമ്പം കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇപ്പോൾ ഉള്ള ടീമും കൊണ്ട് അണ്ണൻ എങ്ങോട്ട് മുന്നോട്ട് പോകുന്നറിയത്തില്ല. ഏതായാലും റെലഗേറ്റഡ് ആവത്തില്ല. അടുത്ത സീസണിലും വെസ്റ്റ്വുഡ് കോച്ച് തന്നെ ആയിരിക്കും. പക്ഷേ വെസ്റ്റ്വുഡിന് വേണ്ട പ്ലേയേഴ്സിനെ അങ്ങേര് നോക്കി വാങ്ങിക്കും. മാനേജ്മെന്റിന്റെ ഉടായ്പ പരിപാടികളൊന്നും നടക്കത്തില്ല. നല്ല പ്ലേയേഴ്സിനെ ഇറക്കി കൊടുത്തില്ല അങ്ങേര് ഇവന്മാരുടെ മോന്ത വലിച്ച് കീറിയിട്ട് പോവും. എനിക്ക് വേണ്ട പ്ലേയേഴ്സിനെ തന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഇവിടെ ഉള്ളവന്മാർ നന്നാവത്തില്ല. മിഖായൽ ഷെഹ്റ എന്ന് പറയുന്ന പരിശീലകൻ പച്ചയ്ക്ക് പറഞ്ഞിട്ട് പോയി, എനിക്ക് പറ്റുന്ന പ്ലേയേഴ്സ് ഇവിടെ ഇല്ല, എന്നെ പറ്റിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്, നല്ല ഡിഫൻഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കോപ്പുമില്ല എന്ന് അങ്ങേര് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ടന്മാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആരാധകർ അതൊന്നും മനസ്സിലാക്കത്തില്ല. ഏതായാലും വെസ്റ്റ്വുഡ് ഇങ്ങനെ നിരങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കത്തില്ല. അങ്ങേർക്ക് വേണ്ട പ്ലേയേഴ്സിനെ അങ്ങേര് വേണമെന്ന് പറയും. അതുകൊണ്ട് വെസ്റ്റ്വുഡ് ഇവിടെ ഒന്നെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തുടക്കി പുറത്തോട്ട് പോകും. ബൈ.